ഹലോ, ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കലാത്തിയുടെ ഒരു കോംബോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 8 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് അത് ഇന്നെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. DTDC കൊറിയർ വഴിയാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ 7 ദിവസം എടുത്തിട്ടാണ് എനിക്ക് DTDC കൊറിയറിൽ നിന്ന് സാധനം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കലാത്തിയുടെ പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നതും എങ്ങനെ ഉണ്ടാവും, ഏത് കണ്ടീഷനിലായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനോട് കൂടിയാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ 7ാമത്തെ ദിവസമേ കിട്ടത്തുള്ളൂ എന്ന് നേരത്തെ അറിഞ്ഞപ്പോഴേ ഞാൻ വൈസ് ഗാർഡൻ്റെ അവരെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഇത് പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 7 ദിവസമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അവർ പറഞ്ഞതൊക്കെ ശരി തന്നെയായിരുന്നു. ലീഫിന് പോലും ഒരു വാടലും ഇല്ലാതെയാണ് കിട്ടിയിരിക്കുന്നത്. കലാത്തിയ പ്ലാന്റ് സർവൈവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വെറൈറ്റി ആയിരുന്നു. ഒരു പിങ്ക് സ്ട്രൈപ്സൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് കലാത്തിയയുടെ. ഇതിനി അടുത്ത പാക്കറ്റ് പൊട്ടിക്കുകയാണ്. 8 എണ്ണവും കണ്ടു കഴിയുന്നത് വരെ ഒരു അങ്കലാപ്പ് തന്നെയാണ്. നോക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത്. അതായത് 2ാമത്തെ ഒരു വെറൈറ്റിയാണ്. അതും നന്നായിട്ട് തന്നെ ഉണ്ട്. ഇലയ്ക്കോ ഒന്നിനോ ഒരു വാട്ടോ ഒന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ പാക്കിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല പാക്കിങ് തന്നെയാണ്. മുകളിലത്തെ ആ ഒരു കാർഡ്ബോർഡ് അഴിച്ചെടുക്കാൻ തന്നെ ഞാൻ ഒത്തിരി പാടുപെട്ടായിരുന്നു. അവർ അത്രയും നല്ല സെക്യൂറായിട്ട് പാക്ക് ചെയ്ത് തന്നെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. അതും ഒരു കുഴപ്പമില്ലാതെ നല്ല സ്റ്റെമ്മൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഇതായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരുടെ പാക്കിങ്ങിൻ്റെ ഒരു ഇത് ഉണ്ടെന്ന് തോന്നുന്നു. അവർ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്താണ് തന്നിരിക്കുന്നത്. അതുപോലെ കലാത്തിയ പെട്ടെന്നൊന്നും ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റും അല്ലെന്ന് തോന്നുന്നു. ഇത് വേറൊരു വെറൈറ്റിയാണ്. അതും നല്ല ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു തോന്നലുമില്ല പ്ലാന്റ് കണ്ടിട്ട്. കയ്യിൽ കിട്ടുന്നത് വരെ ഉള്ളൊരു ടെൻഷനെല്ലാം ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കതങ്ങ് മാറും. ഒത്തിരി നാളായിട്ട് വിചാരിക്കുമായിരുന്നു കലാത്തിയ പ്ലാന്റ് വാങ്ങിച്ച് നടണമെന്നുള്ളത്. എന്തായാലും ഈ ഓഫർ കണ്ടപ്പോഴത്തേക്കും അങ്ങ് വാങ്ങിയതാണ്. കുഞ്ഞു പ്ലാന്റ് വാങ്ങിച്ചിട്ട് അതിന് കുഞ്ഞിലേ മുതൽ നമ്മൾ നട്ട് പരിപാലിച്ച് എടുത്തത് വലുതാകുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയല്ലേ. നമുക്കിങ്ങനെയൊക്കെ നട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഇത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ എനിക്ക് പീക്കോ കലാത്തിയ ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഈ കോംബോയിൽ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് കിട്ടിയിട്ടില്ല. ഇനി പിന്നീടൊരവസരത്തിൽ അത് വാങ്ങണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ്. ആ ലീഫ് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പർച്ചേസ് തന്നെയായിരുന്നു. പേടിച്ചാണ് വാങ്ങിയതെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലാന്റ്സ് തന്നെയാണ് കിട്ടിയത്. ഇനി ഇത് നല്ലൊരു പോട്ടി മിക്സിലൊക്കെ ആക്കി നട്ട് പൊടിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഉള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും കലാത്തിയ വാങ്ങണം, കലാത്തിയ വളർത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ ഒട്ടും മടിക്കണ്ട കേട്ടോ. ഇതുപോലെ വാങ്ങിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല പ്ലാന്റ്സ് തന്നെയാണ്, എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് ലാസ്റ്റ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് കലാത്തിയാണ്. നമുക്കതിൻ്റെ ഇതും കൂടെ കാണാം, അതും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇത് ഇച്ചിരി ഒരു ലെങ്തി ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം സ്മോളാണ്, പക്ഷേ അതെല്ലാം നല്ല ഹെൽത്തി തന്നെയായിരുന്നു. ഇതും ഹെൽത്തി തന്നെയാണ്, ലെങ്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇനി ഇത് നല്ലൊരു പോട്ട് മിക്സിലാക്കി നട്ട് വളർത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഇനി പിന്നെ കാണാം. ബായ്.